നമസ്കാരം. ഇന്ന് നിലക്കടല വെച്ചിട്ട് ഒരു 4 മണി ചായൻ്റെ ഒരു പലഹാരം, അതായത് കടല ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിലക്കടല എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് നിലക്കടല. നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന നിലക്കടല എടുക്കാം. അത് കഴിഞ്ഞ് നന്നായി കഴുകിയിട്ട് നമുക്കിത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം. ഞാനിത് വേവിച്ചിട്ട് ഇതിന് വേവാൻ വേണ്ടുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക ചെയ്യുക. ഞാനതിൻ്റെ വെള്ളം ഊറ്റിക്കളയാറില്ല, അതിൽ തന്നെ വെള്ളം കുറുക്കിയെടുക്കും, അങ്ങനെ ചെയ്യൽ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് കഴുകി ഉപ്പിട്ട് വേവിക്കാം. ഇതാ കടല കഴുകിയിട്ട് അതിന് വേണ്ടുന്ന ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അത് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്കതിൽ ഉള്ളിയും തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടി മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് ഇത് വെന്ത് വരുമ്പോഴത്തേക്കും അത് മുറിച്ചെടുക്കാം. ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നമുക്ക് തക്കാളിയിൽ എത്ര ചെറുതായിട്ടേ പറ്റുള്ളൂ, ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഈ ഉള്ളി, തക്കാളി, പിന്നെ ഈ മല്ലിയില. തക്കാളി മുറിച്ച പോലെ തന്നെ ഉള്ളിയും വളരെ ചെറുതായിട്ട്, നമുക്ക് എത്ര മാക്സിമം ചെറുതായിട്ട് മുറിച്ചെടുക്കാം. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വലുതായി പോയാൽ ഈ ചവക്കുന്ന സമയത്തെല്ലാം നമുക്കതൊരു മടുപ്പ് തോന്നും. അപ്പോൾ ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കഴിക്കാൻ ഒരു സ്വാദം ഉണ്ടാവുള്ളൂ. ഇത് സാലഡും പോലെയല്ല. ഈ മല്ലിയിലയും കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മല്ലിയിലേൻ്റെ സ്വാദ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ധാരാളം ഇടാം. ഞാനൊരു പാകത്തിന് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കണം, പിന്നെ ഇത് വെന്തുവെന്ന് നോക്കണം. ഇതിൻ്റെ വെള്ളം ഇതാ നന്നായിട്ട് വറ്റി തുടങ്ങി. അപ്പോൾ ഇതൊന്ന് വെന്ത് ഇതിൻ്റെ ഉപ്പൊക്കെ എന്താണെന്ന് നോക്കട്ടെ, വെന്തിട്ടുണ്ടോ നോക്കാം. ഉപ്പ് കറക്റ്റാണ്, പക്ഷെ ഒന്നുകൂടി അത് വേവാനുണ്ട്. ആ വെള്ളം വറ്റുമ്പോഴത്തേക്കും അത് പോകും. അപ്പോൾ നമ്മൾ ഉള്ളി, തക്കാളി, മല്ലിയില എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ചെറുനാരങ്ങേൻ്റെയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചൊരു ചാട്ട് മസാലയും കൂടി, പിന്നെ മുളക് പൊടി ഇടുന്നവർക്ക് ഇടാം. നല്ലോണം എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇടാം, എല്ലാം ഇടാം. ഞാനിപ്പോൾ ഇതിൽ എരിവേ ചേർക്കുന്നില്ല. 4 മണീൻ്റെ ഒരു സിമ്പിൾ ആയിട്ട് കഴിക്കാനുള്ളൊരു പലഹാരമായതുകൊണ്ട് അധികം എരിവൊന്നും ചേർക്കുന്നില്ല. കുട്ടികൾക്ക് എരിവ് അധികം താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പം അത് വന്നിട്ടാകുമ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കടല വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വാങ്ങി വേറൊരു ബൗളിലേക്ക് മാറ്റി. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി, തക്കാളി, പിന്നെ മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ മുറിച്ചിട്ട് അത് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കണം. ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്താൽ ആ പുളി ഒരു നല്ല സ്വാദാണ് അതിൽ പിഴിഞ്ഞാൽ. ഇതിൽ വേറെയും വെജിറ്റബിൾസ് നമുക്ക് ഇടാം, പക്ഷേ വെറും ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ട് കഴിഞ്ഞാൽ തന്നെ, ഈ മല്ലിയിലയും മാത്രം തന്നെ ഇട്ടാൽ നല്ല സ്വാദുണ്ടാവും. ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കണം. ചാട്ട് മസാലയും കുറച്ച് കൂടുതലായി പോയാൽ അതിൻ്റെ സ്വാദ് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചാട്ട് മസാല ഇടുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മണം തന്നെ നല്ല രുചിയുള്ള ഒരു മണമാണ്. അപ്പോൾ ഇതാ വൈകുന്നേരത്തേക്കുള്ള ഒരു സിമ്പിൾ 4 മണി പലഹാരം റെഡിയാണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടല വേവേണ്ട ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടൂ. ആ വേവേണ്ട സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കഷ്ണങ്ങൾ മുറിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടല ചാട്ട് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.